കള്ളക്കടൽക്ഷോഭത്തിൽ തീരാ ദുരിതത്തിലായി കൊല്ലത്തെ തീരദേശവാസികൾ. സകലതും നഷ്ടപ്പെട്ടവർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. സമരത്തിന്റെ ഭാഷയുമായി എത്തിയ ജനപ്രതിനിധികൾക്കും സ്ഥാനാർത്ഥികൾക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ സമരക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനായില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ കള്ളക്കടൽ പ്രതിഭാസത്തിലാണ് മുണ്ടക്കൽ മുതൽ താന്നി വരെയുള്ള കൊല്ലം തീരത്തെ നിരവധി വീടുകൾ കടലെടുത്തത്. വെടിക്കുന്ന് ഭാഗത്തെ 5ഓളം വീടുകളും കഴിഞ്ഞ ദിവസം കടലെടുത്തു. ഇതോടെയാണ് പ്രതിഷേധവുമായി തീരദേശവാസികൾ രംഗത്തെത്തിയത്. ഇനിയിപ്പം ഈ ഉച്ചയോടുള്ള കടലും കൊണ്ട് ഞങ്ങളുടെ വീടും ഇപ്പം നിലംപതിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. രാത്രി മൊത്തവും നമുക്ക് കൊണ്ട് പറ്റുന്നില്ല. ഉറക്കൊഴിഞ്ഞിട്ട് നമുക്ക് ജീവന് ഭയങ്കരമായിട്ട് പേടി. ഇവരിപ്പം ഇവിടെ വന്ന് വോട്ട് ചോദിക്കുന്ന എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ഇത്രയും ആയിട്ട് പോലും അവർ വന്ന് ഒരു ഡയലോഗ് അടിക്കുന്നുള്ളൂ. അവരുടെ കാര്യങ്ങൾ നടക്കുന്നു. ഇത്രയും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും തീരും. തങ്ങളുടെ ആശങ്കകൾക്ക് സർക്കാരും ജനപ്രതിനിധികളും ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ച മുണ്ടക്കൽ ഇരവിപുരം തീരദേശ റോഡ് ഉപരോധിച്ച സമരക്കാർ റോഡിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. വിവരമറിഞ്ഞ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആദ്യം സ്ഥലത്തെത്തി. സമരക്കാർക്ക് അവരുടെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയുമായി വീഡിയോ കോളിൽ സംസാരിക്കാനുള്ള അവസരമൊരുക്കുമെന്ന് വാക്കു നൽകി. തൊട്ടുപിന്നാലെ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദും എത്തി. പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ കഞ്ഞി പങ്കിട്ടു. പിന്നാലെ സ്ഥലം MPയും UDF സ്ഥാനാർത്ഥിയുമായ NK പ്രേമചന്ദ്രൻ എത്തിയതോടെ പ്രതിഷേധക്കാർ അവരുടെ ദുരിതങ്ങളുടെ കെട്ടഴിച്ചു. അതിൽ പ്രതിഷേധവും സങ്കടവും നിറഞ്ഞു. സംവിധാനം ഒരുക്കുക, അത്യാവശ്യമായി വീട് വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് ആവശ്യമെന്നും പുനരധിവസിപ്പിക്കേണ്ടവർക്ക് അർഹമായ തുക നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും MP ആവശ്യപ്പെട്ടു. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ച് തീരം പ്രൊട്ടക്റ്റ് ചെയ്യുക അടിയന്തരമായി ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത് ഈ കോമ്പൻസേഷൻ്റെ കാര്യത്തെ സംബന്ധിച്ച് തീരുമാനം അത് ഞാൻ നേരത്തെ അവരോട് പറഞ്ഞു. അത് വെടിക്കുന്ന പ്രദേശത്തെയോ കൊല്ലം തീരമേഖലയിലെയോ പ്രശ്നമല്ല, സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ ആകെ നേരിടുന്നൊരു പൊതുപ്രശ്നമാണ്. 10 ലക്ഷം രൂപയ്ക്ക് ഇന്ന് കൊല്ലം പട്ടണത്തിൽ പോട്ടെ തീരദേശ മേഖലയ്ക്ക് അടുത്ത് 1 സെന്റ് വസ്തു വാങ്ങാൻ കിട്ടുമോ? അസിസ്റ്റന്റ് കളക്ടർ മുകുന്ദ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി. ഗതാഗതം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം.